മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസിന്റെ വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളുമൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവൂല. ഇത് ശരിയാക്കണേ. ഇപ്പം നമുക്കറിയാം, മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്തു വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മറത്തില് സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെയർ. അതിനുശേഷമാണ് നമുക്കടെ ടർബോയില് ക്രിസ്റ്റ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനം ഉണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെന്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പുറത്ത് ടർബോ വന്നത്. അപ്പൊ ആദ്യം ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാനിപ്പം ബ്രഹ്മയുഗത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകടനം കൊള്ളിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടു നോക്കിയിട്ട് പറ. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്. എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സൗത്ത് സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില്. അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. മൊത്തത്തില് ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇല്ല, ഇത് ടെക്നോളജി ഇല്ല, പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ മാനുവലി അല്ല, അല്ലാതെ ഡിജിറ്റലി ഇതിലും സിന്ധിലുമായിട്ട്. അതെ, ഇത് മറ്റേ പണിയായിരുന്നു. ഇതില് മറ്റേ ഫുൾ സിന്ധിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിരുന്നു. ഈ മമ്മൂക്കയുടെ സ്ലോ മോഷൻ ഷോട്ട്സിന് വേണ്ടിട്ട് RR ചെയ്യില്ലേ, അപ്പൊ ഈ ഫാൻ ബോയ് ഉണരോ? ക്യാരക്ടറിന് സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രിനാലിൻ കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഡ്രിനാലിൻ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ എന്താണെന്ന് നോക്കാം. ശബരീഷ്, ഇപ്പോ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജു മേനോനിൽ കാണാം, ജയറാമിൽ കാണാം. അങ്ങനെ എല്ലാ ആളുകളിലും മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള ആളാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാ. ഇപ്പൊ ടർബോ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞ. ഇപ്പൊ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതില് നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. എങ്ങനെ ടർബോ ജോസിന്റെ ലുക്കിലേക്ക് എത്തി? ഹെയർ കട്ടാണ് ഉദ്ദേശിച്ചത്. ആരും പറയില്ല, ആരും ഒന്നും പറഞ്ഞില്ലെന്ന്. അതിനെന്തെങ്കിലും പ്രത്യേകത വേണ്ടെന്ന് കാര്യം ചെയ്തതാണ്. അതിനുമുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് പണം നോക്കിയതാണ്. അപ്പൊ തിരക്കേട്ടില്ലെന്ന് ഇവര് പറഞ്ഞു, അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടിയുള്ള ഇല്ലേ. പൂർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറെ സമയം എടുക്കുമല്ലേ. അപ്പൊ അതിന് മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ചങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എന്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മമ്മൂക്ക വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ഡ്രിഫിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറെ വണ്ടികളുണ്ട്.
വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റോണ്ടിരിക്കുക പൊട്ടിച്ചു ചവിട്ടി ചെയ്തു. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലത്തെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തതെന്ന്. അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്ത് ചെയ്യില്ല നമുക്ക്. കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എല്ലാം സേഫ് ആക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എളുപ്പമില്ലേ. അതൊരു സാഹസികതയൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല, അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ എന്നാലും ഒരു ആഗ്രഹം നടക്കൽ പോലെ. ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടികള് വലിയ പണി നടക്കും. പോട്ടെ. ഇപ്പം ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ് മീറ്റിനിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത്? ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്, എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. ഇപ്പം മാസ് ഫിലിം എന്ന് പറയുന്ന നേരത്ത് പ്രേക്ഷകന് സ്വാഭാവികമായിട്ട് അവന്റെ ചിന്തകളും ഇമാജിനേഷൻസ് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ, ഇപ്പൊ നായകനാണെങ്കിലും ബിഗ് ബി ആണെങ്കിലും ഭീഷ്മർ ആണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക. അപ്പം ഈ ഒരു മമ്മൂക്കാനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാമെന്ന് എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാൾ തന്നെയുള്ള ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നല്ലാതെ അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിന്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാവും. മമ്മൂട്ടി ചിത്രം ചെയ്യാൻ നേരത്തെ എപ്പോഴും മമ്മൂക്കാനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണ് അത് ഞാൻ പൊതുവെ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് മിനിസ്റ്റർ രാജ വരാറായി. മിനിസ്റ്റർ രാജ ഇനി വേണോ? അതെ, ഇന്നിപ്പോ നമുക്ക് ടർബോ കഴിയട്ടെ. ടർബോയില് നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ വന്ന് അങ്ങനത്തെ ഒരു അടിക്കാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൌഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നുമല്ല. നാട്ടിൻപുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെയും ഹൈ റേഞ്ചസിൽ കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളെക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത്. അതിനകത്തുള്ള അടിയേ നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു. നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ ഈട്ടിക്കൊണ്ട് പൊമ്പരാകും. പക്ഷെ ജോസ് പിടിച്ചു നിൽക്കുന്നു എന്നുള്ള നമ്മുടെ സമാധാനം. അതിന്റെ ഒരു സർവൈവൽ സ്വഭാവമുണ്ട് സിനിമയിൽ. കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് ഇതാണ് കഥ. ഇപ്പോ ട്രൂത്ത് ഗ്ലോബലിന്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ടർബോ ആണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഇടുക, അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരൂല. അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നിന്നടക്കം എൻക്വയറി വരുന്നുണ്ട്. അവിടെ റിലീസാവണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കടെ അപ്രൂവലിനനുസരിച്ചിരിക്കും. ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും. റിലീസാവട്ടെ, ആൾക്കാർ കണ്ടേ. ഇപ്പം ML നേരി പറയുമല്ലോ.
ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്, ആണ് തമാശ. അല്ല, അവിടെ ഈ പറയുന്നതോട് ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവില്ല. ഒരു ഷോ, 2 ഷോ, 3 ഷോ, പിന്നെ ഓരോ ദിവസം കൂടുതൽ ഷോ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിംഗും ചെയ്തിരിക്കുന്നത്. ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിംഗും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല. ഇതിൽ കുറെ താരങ്ങൾ തമിഴ്, പല ഭാഷകളിലുള്ള താരങ്ങൾ, അവരൊന്ന് പേരുകളൊന്ന് പറയുകയാണെങ്കിൽ. ഇതിനകത്ത് മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിന്റെ അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരുകയും ചെയ്യും. അന്നിലെ പിടിച്ചു മേടിക്കും, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിട്ടുവീഴ്ച ചെയ്യുവോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവര് തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടവർ അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, നമുക്ക് ഓർമ്മ മിഥുൻ ചേട്ടാ, ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കാണാം നിങ്ങൾക്ക്. സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? അപ്പം ഫഹദ് തന്നെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയണ്ടായി, രാജമാണിക്യം ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിന് അതിന്റെ അകത്ത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നോ ആ ചിത്രം? എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈല് തന്നെയാണ്. നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി, നമ്മുടെ റെഫറൻസ് വെച്ചാൽ ഓക്കെ. പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. നിരഞ്ജനയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? നിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ സിതാര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ബാങ്കറാണ്. എബിൻ ഇപ്പോ ഇവിടെ എബിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി ഉണ്ടായിരുന്ന സെറ്റാണല്ലോ ടർബോ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഉൾപ്പെടെ. ബസ്സൊക്കെ. അപ്പൊ ഈ ടർബോന്റെ ഒരു ജേണി, മമ്മൂക്കയുടെ കൂടെ തഗ് ലൈഫ് ഡയലോഗുകളൊക്കെ അടിച്ചു തുറക്കുന്ന ഒരു ജേണി അല്ല, അത് 23-ാം തീയതി എന്തായാലും അറിയാലോ. പിന്നെ നിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ ജോസേട്ടായി എന്റെയും കൂടെയാണ്, അതാണ്. എന്റെ കാര്യമാണ്. ഇപ്പം നിലവില് മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാൻ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിനൊക്കെ നോക്കി കാണുന്നത്, മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ? I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about then selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is like, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk, and in spite of it, he goes. I think that is something like the whole industry, the Indian industry or the world, need to observe and learn.
അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയ സംഗതി സ്റ്റാർഡം വേണ്ട, ഇമേജ് വേണ്ട എന്നൊരു തോട്ടാണല്ലോ. I think we need to learn it. It's not easy to have, everybody is insecure, especially artists. To have no insecurities when you select script and, for example, the moment somebody 1,000 people clap, you want 2,000 people to clap. Then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film which might be completely personal like Kadal, and also a thriller and horror thriller like Brahmayugam, and then he comes with a turbo. I don't know how. Maybe he need to explain, but it's beautiful to see and wonder. അപ്പോൾ ഈ ചോദിച്ചതിനുള്ള ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ നിങ്ങൾ ചോദിച്ചതെന്ന് പറയാം. കബീർ സിംഗ് ദുഹാൻ അറിയാലോ, അദ്ദേഹമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ വസന്ത് രവി ഉണ്ട്, നമോ നാരായണൻ, അങ്ങനെ 80ഓളം പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാലോ, ഷാജി നടുവിൽ, അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം നമുക്ക് ലാസ്റ്റ് ചോദ്യം. നമുക്കൊരു ചോദ്യം. ഇപ്പൊ RJ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ ഈ അടുത്ത് പറഞ്ഞിരുന്നു, മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കുറെ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും, ഇമേജിനെ ബാധിക്കുന്നു. നമുക്ക് എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അതിന് പിന്നത്തെ കാര്യം എന്താ? നേരത്തെ പറഞ്ഞ ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പത്തിലാവും, എന്റെ ശ്വാസം നിന്നു പോകും. താങ്ക് യു. നമുക്ക് ആ ഡയലോഗ്, ആ ട്രെയിലറിൽ പറഞ്ഞ ആ ഡയലോഗ്, ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞില്ല, മമ്മൂക്ക ഒന്ന് പറ മമ്മൂക്ക പ്ലീസ്. അല്ല മമ്മൂക്ക ആ ഡയലോഗ് ഒരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടി ഒരു പടം വരച്ച ഒരു കുട്ടി, അത് നമുക്ക് ഈ ഡയലോഗ് എന്തായാലും പറയണം കേട്ടോ. നമുക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വിളിക്കാം. ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയണം. അല്ല നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ നമുക്കൊരു പടത്തിലേ പറയുള്ളൂ. എനിക്കറിയാം. അല്ല ഇതിന് ആ ഡയലോഗും ഇതും മമ്മൂക്ക കൊണ്ട് പറയിപ്പിച്ചു. എന്റെ ഡയലോഗ് മമ്മൂക്ക വീണ് കഴിഞ്ഞു. ഞാൻ വീഴുവാണല്ലോ, ഞാൻ വീഴുവാണെങ്കിൽ എന്റെ കൂടെ 10-15 പേരും കൂടെ വീണു. മമ്മൂക്ക ഞങ്ങൾ സിനിമയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? വിളിക്കണ്ട, നമുക്ക് വീഴരുത് ഒരിക്കലില്ല. മുന്നിലിരുന്ന് 10-15 പേരൂടെ പോകും. ഒരുത്തനും വീഴരുത്, എല്ലാവരും നല്ല എനർജി ആയിട്ട് നിൽക്കും.